വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല മഴയാണല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാലോ എന്ന് തോന്നും. അതിനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നല്ല ചൂടുള്ള ഒരു സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് ആദ്യമായിട്ട് ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് സോൾട്ടോ പെപ്പറോ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഈ സൂപ്പൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്: ഒരു തക്കാളി ചെറുതാക്കി എറിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി എറിഞ്ഞത്, മുട്ട, കോൺഫ്ലവർ, മല്ലിയില ഒക്കെയാണ് കേട്ടോ. നമുക്കൊരു സോസ് പാന് ചൂടാക്കാൻ വെക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെളുത്തുള്ളി ആദ്യം തന്നെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണത്. അത് ഏത് ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫുഡ് ഒരു വേറെ ടേസ്റ്റ് തന്നെ ആക്കാറ് കേട്ടോ. ശരിക്കും എനിക്ക് ഈ വെളുത്തുള്ളി വെറുതെ ചൂടാക്കി കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സൂപ്പല്ലേ, അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ അതിൽ കടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണേ. നമ്മൾ ആ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കട്ടോ. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തക്കാളിൻ്റെ പേസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർക്ക് റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്യട്ടോ. നമുക്കിതിലേക്കില്ലേ മല്ലിയില ആഡ് ചെയ്യട്ടോ. ഈ മല്ലിയിലല്ലേ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തുണ്ടായതാണ് കേട്ടോ. അല്ല, നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില അല്ല കേട്ടോ. ഇത് വേറൊരു ടൈപ്പാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കോൺഫ്ലവർ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ വീണ്ടും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അപ്പം തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യണത്. നമ്മൾ മിക്സ് ചെയ്ത കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഒട്ടുമിക്ക സൂപ്പിലും ഈ കോൺഫ്ലവർ ചേർക്കൂട്ടോ. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗില്ലേ, അതുകൂടെ ആഡ് ചെയ്യട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സൂപ്പ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.